നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു കെ സുധാകരനുണ്ട്. ജി സുധാകരനല്ല, കെ സുധാകരൻ. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എപ്പോൾ ചാടും എന്ന് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കെ സുധാകരൻ. ജി സുധാകരൻ സ്വതന്ത്രനായിട്ട് പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം വേറൊരു രാഷ്ട്രീയ മാറ്റം ഒന്നും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കെ സുധാകരൻ ഇപ്പോൾ പറയുന്നത് കണ്ണൂർ മണ്ഡലം തനിക്ക് കിട്ടിയേ പറ്റൂ. ഇതിനിടയ്ക്ക് കുറേ ഫേക്ക് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഫോൺ വിളിച്ചു, രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സുധാകരൻ തന്നെ ഫേസ്ബുക്കിൽ കണ്ണൂർ എൻ്റെ ജീവശ്വാസമാണ്, കണ്ണൂരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, കണ്ണൂരാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത്, ചേമ്പാണ്, ചേനയാണ്, വാഴയ്ക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു കെ സുധാകരൻ. എന്നാൽ കെ സുധാകരനെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കെ സുധാകരൻ അത്രത്തോളം പ്രാധാന്യമുള്ള, എവിടെ നിന്നാലും നിലം തൊടാതെ എതിരാളിയെ പറപ്പിക്കാൻ ശേഷിയുള്ള ശക്തനായ ഒരു കോൺഗ്രസ് നേതാവാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ കൈമലർത്തി കാണിക്കേണ്ടി വരും. അത്രയ്ക്ക് പുവർ പെർഫോമൻസ് ആയിരുന്നു ഈ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിൻ്റേത്. ഒരുപക്ഷെ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് കുറേ സംഭാഷണ രീതി കൊണ്ട് വല്ല വിധേനയും ഒക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരാൾ മാത്രമാണ് കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം 10 തവണയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ 4 തവണ ലോക്സഭയിലേക്കും അതോടൊപ്പം തന്നെ 6 തവണ നിയമസഭയിലും, അങ്ങനെ മൊത്തം 10 തവണയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ നേരിട്ടത്. എന്നാൽ ഇതിൽ അദ്ദേഹത്തിൻ്റെ വിജയശതമാനം വെറും 60%. അതായത് ഈ പറയുന്ന 10 തവണ നിന്നതിൽ 6 തവണ മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. 4 തവണ പരാജയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ 10 തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ട്. ഇത്രയ്ക്ക് വലിയ ശക്തരിൽ ശക്തനായ ഒരു നേതാവായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന 10-ൽ 9 എങ്കിലും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വിജയശതമാനം കൊണ്ട് നടക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അണികളും എല്ലാവരും കണ്ണേ കരളെ KSA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറച്ചധികം കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് ചില ഗുണ്ടാപ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ കോൺഗ്രസിനകത്ത് എന്തോ താനൊരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ആരെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനെ പോയി അടിച്ചു കൊന്നേക്കൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു നേതാവായി കെ സുധാകരൻ മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്, നിങ്ങൾ അടിച്ചിരുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുട്ടുകാല് തല്ലി ഓടിക്കണം എന്നൊക്കെ പറയുന്ന വീമ്പിളക്കലുകളും എന്താ പറയുക, ഈ പറയുന്ന യുവാക്കളെ വല്ലാതെ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള സംഭാഷണ ശൈലിയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, സ്വന്തമായി ഒന്ന് പ്രതിരോധിക്കാൻ പോലും ശേഷിയില്ലാതെ ആയുധം നഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ. അല്ല എന്ന് പറയാൻ മാത്രം ഒന്നും കെ സുധാകരൻ ഇതുവരെ ആർജിച്ചെടുത്തിട്ടില്ല. എന്താണ് കെ സുധാകരൻ ഇപ്പോൾ ഇത്തവണ നിയമസഭാ സീറ്റ് വേണം എന്ന് വാശി പിടിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ഈ 10 തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, അതിൽ 6 തവണ വിജയിച്ചു. നിയമസഭയിലേക്ക് വിജയിക്കാൻ കഴിഞ്ഞത് 50%. അതായത് 3 തവണ മാത്രമാണ് നിയമസഭയിലേക്ക് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ചിലതൊക്കെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കണം. തന്നെയുമല്ല, 2-3 തവണ അദ്ദേഹം മത്സരിച്ച്, അതായത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു, അതോടൊപ്പം തന്നെ ജനതാ പാർട്ടിയുടെ നേതാവായി മത്സരിച്ച ഒരു നേതാവാണ് കെ സുധാകരൻ. പിന്നെ സ്വതന്ത്രനായി AK ശശീന്ദ്രനോട് സ്വതന്ത്രനായി മത്സരിച്ച് പരാജയപ്പെട്ട ഒരു നേതാവാണ് സുധാകരൻ. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീമതി ടീച്ചറിനോടും പരാജയപ്പെട്ട ഒരു നേതാവാണ് പിന്നെ നമ്മുടെ കെ സുധാകരൻ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തിനാണ് കണ്ണൂരിൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെയാണ് ഇപ്പം ഒരുപാട് അണികൾ വന്നിട്ട് പറഞ്ഞു, KS മത്സരിച്ചില്ലെങ്കിൽ ഇത്തവണ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ VD സതീശൻ പറഞ്ഞതിനകത്ത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫേസ്ബുക്ക് പേജ്, അതായത് ഫേസ്ബുക്കിൽ അദ്ദേഹം വികാരാധീനമായി, വികാര തീവ്രമായി ഒരു എഴുത്തെഴുതിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ VD സതീശനോട് ചോദിച്ചപ്പോൾ അത് ചുമ്മാ പറയുന്നതാണെന്നാണ് പറഞ്ഞത്. അതായത് സുധാകരൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതായി പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കാര്യമാണ് VD സതീശൻ പറയുന്നത്. അങ്ങനെ ആരാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം അന്വേഷണത്തിന് വേണ്ടി ആലോചിക്കുന്നു. അതായത് അതിനെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം ആവശ്യമാണ്. മിക്കവാറും പോലീസിലോ സൈബർ സെല്ലിലോ ഒക്കെ പരാതി കൊടുക്കുമെന്ന തരത്തിലാണ് VD സതീശൻ പറഞ്ഞത്.
സതീശൻ പറയുന്നത് ഒരു സുധാകരനെ കുറിച്ചിട്ട് ഈ LDF പ്രതിരോധത്തിലായപ്പോൾ മറ്റൊരു സുധാകരനെ എന്താ പറയുക വ്യാജമായി ഇറക്കി ആ പ്രതിരോധത്തിൽ നീക്കുന്നതെന്ന് മറികടക്കാനുള്ള ശ്രമമാണ് LDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജി സുധാകരൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷ പാർട്ടിക്ക് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന അടിവേരുള്ള ആ പാർട്ടിക്ക് ഒരു ഇളക്കവും സംഭവിക്കില്ല. ഈ പറയുന്ന പോലെ ആരും അങ്ങോട്ട് അതിശക്തമായി എങ്ങനെയെങ്കിലും മാറൂ, പെട്ടെന്ന് വരൂ, തിരിച്ചു വരൂ, മകനെ മടങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഫോൺ ചെയ്യാനും നിന്നിട്ടൊന്നുമില്ല. ആദ്യം VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ അത് മനസ്സിലാക്കണം. ഇവിടെ MVR പോയിട്ടും ഗൗരിയമ്മ പോയിട്ടും ഒന്നും ഒരു ചലനവും വരാത്ത ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന ശക്തമായ പാർട്ടി. അതൊരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ ചുറ്റിപ്പറ്റി ഈ രീതിയിൽ വരുന്നു. എന്നിട്ട് പറയുന്നു അദ്ദേഹം പറഞ്ഞതും ഓർമ്മ കാണില്ല എന്ന് പറയുന്നു. അപ്പോഴും VD സതീശൻ ചെയ്ത് എന്താ, കെ സുധാകരന് ഓർമ്മപ്പിശ കൊണ്ടൊന്നും പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരാളാണ് കെ സുധാകരൻ എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കഴിവുകെട്ട ഒരു നേതാവാണെന്നും പറഞ്ഞ കാര്യങ്ങൾ പോലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവാണ് കെ സുധാകരൻ എന്ന് വ്യംഗ്യമായി പറഞ്ഞു വെക്കുകയാണ് VD സതീശൻ അപ്പോൾ അവിടെയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തൽ തന്നെ എന്നർത്ഥം. ഇനിയിപ്പോൾ എന്തുകൊണ്ട് കെ സുധാകരൻ ഇങ്ങനെ ഇതിനു വേണ്ടി മത്സരിക്കുന്നു? നമുക്കറിയാം, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്നിട്ട് കൂടി ആകെ ഒരൊറ്റത്തവണ മാത്രമാണ് ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയായിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാവുന്നതുപോലെ 2001 അന്ന് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് 19,133 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അന്നും അദ്ദേഹം ജയിച്ചത് കാസിം ഇരിക്കൂർ എന്ന് പറയുന്ന LDFന്റെ വെറുമൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടാണ് അദ്ദേഹം ഈ 19,000 ചില്ലുവാനം വോട്ടുകൾക്ക് ജയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അന്ന് അദ്ദേഹത്തിനെ AK ആന്റണിയുടെ മന്ത്രിസഭയിൽ വനം മന്ത്രിയായിട്ട് നിയമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന് മുൻപോ പിൻപോ 2001 വരെ അദ്ദേഹം ഏകദേശം 1980-കൾ മുതൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിയ ഒരാളാണ്. ഈ 80-കൾ മുതൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിയ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് 2001 വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു ഒരു തവണ മന്ത്രിയാവാൻ. അപ്പോൾ അങ്ങനെ വനമന്ത്രിയാവുന്നു. കിട്ടിയത് അല്പന അർത്ഥം കിട്ടിയത് എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു അന്ന് വനമന്ത്രിയായി അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത്. അന്നാണ് വിഖ്യാതമായ മുത്തങ്ങയിലെ കൂട്ടക്കുരുതിക്ക് വേണ്ടിയിട്ടുള്ള വെടിവെയ്പ്പ് നടക്കുന്നത്. അന്ന് ഇതേ വനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഇന്ന് നാണമില്ലാതെ അസോസിയേറ്റ് അംഗമാകാൻ പോയ സീറ്റ് കിട്ടാതിരിക്കുന്ന CK ജാനു പഠിക്കേണ്ട ഒരു കാര്യം, ഈ കെ സുധാകരൻ കാരണമാണ് അന്ന് അത്രയും വലിയ വിഷയം മുത്തങ്ങയിൽ ഉണ്ടായത്, മുത്തങ്ങ വെടിവെയ്പ്പ് വരെ അന്നുണ്ടായത്. ഇത് CK ജാനു ഓർത്തിരുന്നാൽ കൊള്ളാം. കാര്യം CK ജാനു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസോസിയേറ്റ് അംഗമാകാൻ പോയി ഇപ്പോൾ സീറ്റില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ അത് മാത്രമാണ് കെ സുധാകരനെ സംബന്ധിച്ച് ഇതുവരെയുള്ള ഒരവസ്ഥ. എന്നാൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ, കഴിഞ്ഞ 25 വർഷമായി, കഴിഞ്ഞ 2001 ശേഷം 2006 അടുത്ത മന്ത്രിസഭ വരുന്നു. 2006 മുതൽ ഏകദേശം 20 വർഷക്കാലമായി ഒരു മന്ത്രിയെ എന്ന് പറയുന്ന ഒരു സ്വപ്നവും പേറി നടക്കുന്ന ഒരു ഏകാന്ത പഥികനാണ് കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 2009 KK രാഗേഷിനെ പരാജയപ്പെടുത്തി MP ആക്കി ഈ പറയുന്ന കെ സുധാകരനെ ഇവിടെ നാടുകടത്തി ഡൽഹിക്ക് വിട്ടു. അതിനുശേഷം ഇന്ന് വരെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ, ഒരു ഘട്ടത്തിൽ പോലും കെ സുധാകരന് കേരളത്തിലെ മന്ത്രിയാകാൻ അവസരം ലഭിച്ചിട്ടില്ല. 2001 ശേഷം കഴിഞ്ഞ 20 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ പങ്കാളിയാവാൻ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് സാധിച്ചിട്ടില്ല. ഇതൊക്കെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളുടെ ഇച്ഛാഭംഗം തന്നെയാണ്. ആ ഇച്ഛാഭംഗവും പേറി ജീവിക്കുന്ന കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി വീണ്ടും ഒരു അവസരം കൂടി തനിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ. ആ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. തനിക്ക് ഇത്തവണ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അവിടെ വിജയിച്ച് ഒരു മന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ, കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വലിയ ശക്തനായ കണ്ണൂരിലെ വിറപ്പിക്കുന്ന നേതാവ് ഒറ്റത്തവണ മാത്രം മന്ത്രിയായി ഈ ലോകത്തോട് മാറിയിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വനവാസത്തിന് പോകേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ പറയുന്ന ലോക്സഭ MP സ്ഥാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ എല്ലാവരും എടുത്ത് നോക്കിക്കോളൂ. നമ്മൾ UDF വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 18 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു. എന്തൊരു ഉച്ചത്തോടു കൂടിയാണ് വിളിച്ചു പറയുന്നത്.
എന്നിട്ട് ഈ 20 പേരടങ്ങുന്ന അല്ലെ 18 പേരടങ്ങുന്ന കോൺഗ്രസ് MP-മാർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ലോക്സഭയിൽ സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ലോക്സഭയിൽ അവതരിപ്പിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ പറയുന്ന ലോക്സഭ MP-മാർ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ എത്രയോ 15 വർഷക്കാലമായി നമ്മുടെ ലോക്സഭയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ അവസ്ഥ വളരെ ദാരുണമാണെന്നേ. കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇവരെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ലോക്സഭാ സീറ്റ് എന്ന് പറയേണ്ടി വരും. അല്ലാതെ അവിടെ ചെന്നിട്ട് ലോക്സഭയിൽ നിന്ന് എന്തെങ്കിലും കനത്തിൽ മേടിച്ചുകൊണ്ട് വരാൻ സാധിക്കും എന്നുള്ള ചിന്തയൊന്നും തൽക്കാലം ഈ പറയുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഗതികേടാണ്. ആ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല, പകരം രാഷ്ട്രീയ വനവാസമാണ് ശരിക്കും കെ സുധാകരന് സംഭവിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.